എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ SCERT ജോഗ്രഫിയിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ചാപ്റ്ററും പഴയ SCERT ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ചാപ്റ്ററും അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സിലെ പാർട്ട് 1 ആണിത്. വിവിധ ഗതാഗത മാർഗങ്ങളിലെ കരഗതാഗതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. നിത്യജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്ന ഉപകരണങ്ങളാണ് വാഹനങ്ങൾ. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രിക അല്ലെങ്കിൽ യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. കാൽനടയായും തലച്ചുമടായും മൃഗങ്ങളുടെ പുറത്തു കയറ്റിയുമൊക്കെയാണ് യാന്ത്രിക വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിനു മുൻപ് മനുഷ്യർ സഞ്ചാരം, ചരക്കുകൾ കൊണ്ടുപോവുക തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യാധ്വാനം കൂടുതലായിരുന്നു, കാലതാമസം നേരിട്ടിരുന്നു, യാത്രകൾ ദുഷ്കരമായിരുന്നു എന്നീ കാരണങ്ങൾ ഇത്തരം മാർഗങ്ങളുടെ പരിമിതികളായിരുന്നു. എന്നാൽ ഈ പരിമിതികൾ മറികടക്കാനാണ് വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. ചക്രങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തമാണ് ചക്രത്തിൻ്റേത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസോപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തുടങ്ങി. ഗതാഗത മാർഗങ്ങൾ കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം എന്നിവയാണ് പ്രധാന ഗതാഗത മാർഗങ്ങൾ. വൈവിധ്യമാർന്ന ഈ ഗതാഗത മാർഗങ്ങൾ രാജ്യപുരോഗതിയെ സ്വാധീനിക്കുന്നു. ഉൽപാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ടാണ് തന്നിട്ടുള്ളത്. ഈ ഫ്ലോ ചാർട്ടിലെ കരഗതാഗതമാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. കരഗതാഗതം കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. ഫ്ലോ ചാർട്ട് ശ്രദ്ധിച്ചില്ലേ? കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങളാണ് റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. ഇതിലെ റോഡ് ഗതാഗതത്തെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. റോഡ് ഗതാഗതം വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് വേണ്ടിയുള്ള സഞ്ചാരപാതകളാണ് റോഡുകൾ. ഒറ്റയടിപ്പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. എന്താണ് മക് ആഡം റോഡുകൾ? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാഡമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക്കാഡം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു. റോഡ് ഗതാഗതം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗതമാണ്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. 1.46 ലക്ഷം കിലോമീറ്ററിലധികം ദേശീയപാതകളുള്ള ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അമേരിക്കയാണ് റോഡ് ശൃംഖലകളുടെ കാര്യത്തിൽ 1ാമത്. നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ 4ആയി വർഗീകരിച്ചിട്ടുണ്ട്. ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിവയാണ് ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം ദേശീയപാതകളാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ. ഈ റോഡുകളുടെ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡുകളുടെ ഒരു ശൃംഖലയാണ് ഇന്ത്യയിലെ ദേശീയപാതകൾ.
നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത 44 അഥവാ NH44 ആണ്. 4112 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. അടുത്തത് ജില്ലാ റോഡുകളാണ്. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. അടുത്തത് ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഉൾപ്പെടുന്ന സുവർണ ചതുഷ്കോണവും വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും എന്താണെന്ന് നോക്കാം. സുവർണ ചതുഷ്കോണം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. അടുത്തത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും അഥവാ നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ആസാമിലെ സിൽച്ചാറിനെ ഗുജറാത്തിലെ പോർബന്ദറുമായും ബന്ധിപ്പിക്കുന്നു. ഈ 2 ഇടനാഴികളും പരസ്പരം സന്ധിക്കുന്നത് ഉത്തർപ്രദേശിലെ ഝാൻസി എന്ന സ്ഥലത്താണ്. അടുത്തത് NH66. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടി കടന്നുപോകുന്ന പ്രധാന പാതയാണ് ദേശീയപാത 66. മഹാരാഷ്ട്രയിലെ പൻവേലിൽ തുടങ്ങി കന്യാകുമാരി വരെ നീളുന്ന ഈ പാതയ്ക്ക് ഏകദേശം 1600 കിലോമീറ്ററിലധികം ദൈർഘ്യമുണ്ട്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 650 കിലോമീറ്ററോളം ദൂരത്തിലാണ് പാത കടന്നുപോകുന്നത്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഭാഗം ഇപ്പോൾ 6 വരി പാതയായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2027 ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അടുത്തത് റെയിൽ ഗതാഗതമാണ്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. റെയിൽ ഗതാഗതം ഇന്ത്യയിൽ. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽമാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയ്ക്കാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ, അതായത് ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെയായിരുന്നു. 1853 ഇത് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. ഇത് 1861 ആരംഭിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാത കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. 1904 ഓടി തുടങ്ങിയത്. തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു ഈ സമയത്ത്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ചൈനയാണ് ഏഷ്യയിൽ റെയിൽവേ ശൃംഖലയിൽ 1-ാം സ്ഥാനത്ത്. ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ 4-ാമത്തെ റെയിൽവേ ശൃംഖലയാണ്. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുൻപിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. 2026 കണക്കനുസരിച്ച് ഇന്ത്യൻ റെയിൽവേക്ക് 18 പ്രവർത്തന മേഖലകൾ അഥവാ റെയിൽവേ സോണുകളുണ്ട്. 18ാമത്തെ റെയിൽവേ സോണാണ് വിശാഖപട്ടണം കേന്ദ്രമാക്കി 2026 ജൂൺ 1 മുതൽ പ്രവർത്തനം ആരംഭിച്ച സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ അഥവാ എസ്കോർ. ആന്ധ്രാപ്രദേശിൻ്റെയും അനുബന്ധ പ്രദേശങ്ങളെയും റെയിൽ ഗതാഗത വികസനത്തിന് ഈ റെയിൽവേ സോൺ മുതൽക്കൂട്ടാവും. ആന്ധ്ര മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. കേരളത്തിലെ റെയിൽവേ ശൃംഖല ദക്ഷിണ റെയിൽവേ അഥവാ സദേൺ റെയിൽവേ സോണിന് കീഴാണ് വരുന്നത്. ഈ മേഖലയുടെ ആസ്ഥാനം ചെന്നൈയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോണാണ് സദേൺ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നാണ് ഡൽഹൌസി പ്രഭു അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി ആണ്. റെയിൽവേ പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ അഥവാ ട്രാക്ക് ഗേജിനെ അടിസ്ഥാനമാക്കി റെയിൽവേയെ പ്രധാനമായും 4 വിഭാഗങ്ങളായും തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്താണ് ബ്രോഡ് ഗേജ്.
ഇതിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ അഥവാ 5 അടി 6 ഇഞ്ചായിരിക്കും. ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നിലവിൽ കേരളത്തിലുള്ളതുമായ ട്രാക്ക് ഗേജാണ് ബ്രോഡ് ഗേജ്. അടുത്തത് മീറ്റർ ഗേജാണ്. ഇതിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം കൃത്യം 1 മീറ്റർ ആയിരിക്കും. അതായത് 3.33 അടിയായിരിക്കും. പഴയകാലത്ത് മലയോര പാതകളിലും മറ്റും ഈ ഗേജ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവ ഇപ്പോൾ ബ്രോഡ് ഗേജിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നാരോ ഗേജ്. പാളങ്ങൾ തമ്മിലുള്ള അകലം 0.762 മീറ്ററാണ് ഇതിൽ, അതായത് 2.5 അടി. പ്രധാനമായും വിനോദസഞ്ചാര പാതകളിലും ചരക്ക് നീക്കത്തിനുമാണ് നാരോ ഗേജ് ഉപയോഗിക്കുന്നത്. ഇവ കൂടാതെ സ്റ്റാൻഡേർഡ് ഗേജും ഉണ്ട്. മെട്രോ ട്രെയിനുകളിലും ഹൈസ്പീഡ് ട്രെയിനുകളിലും ഉപയോഗിക്കുന്ന ഗേജാണ് സ്റ്റാൻഡേർഡ് ഗേജ്. ഇതിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.435 മീറ്റർ ആയിരിക്കും. എന്താണ് കൊങ്കൺ റെയിൽവേ എന്ന് നോക്കാം. 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്ററാണ് ആകെ നീളം കൊങ്കൺ റെയിൽവേത്. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങളാണ് ഈ സംരംഭത്തിൻ്റെ പങ്കാളികൾ. മെട്രോ റെയിൽ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. പുതിയ SCERT ജിയോഗ്രഫിയിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഇതിലെ വിവിധ ഗതാഗത മാർഗ്ഗങ്ങളും ഇതിലെ കരഗതാഗതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി നോക്കിയത്. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.